നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എം സിതാര മോഹൻ, ഹിപ്നോട്ടിക് കൗൺസിലർ, മൈൻഡ് പവർ ട്രെയിനർ, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്, സൈക്കോളജിക്കൽ റിസർച്ചർ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ജേർണലിംഗ്. ഇപ്പം ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ എൻ്റെ ജേർണലിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ആണ്. എഴുതി വെച്ചതെല്ലാം എനിക്കെന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പ്ലാൻ ചെയ്തത്, എനിക്കൊരു പുസ്തകമുണ്ട്, ഒരു ജേർണലിംഗ് ഉണ്ട്. ആ ബുക്കിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെക്കുന്ന ഒരാളാണ്. എഴുതി വെക്കുന്നതിൻ്റെ കൂടെ വെറുതെ ഇങ്ങനെ എഴുതി വെക്കല്ല, കറക്റ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യണം, നമ്മൾ ഫോളോ ചെയ്യണം എന്നൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്. നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് കൂടെ നമുക്ക് അത് ലഭിച്ച് കഴിയുമ്പോഴുള്ള നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ്, ഇതൊക്കെ എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ എല്ലാ മാനിഫെസ്റ്റേഷനും ഞാൻ എഴുതി വെച്ചുകൊണ്ട് തന്നെ എനിക്ക് നടന്നു കിട്ടി. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് എക്സാമിൻ്റെ കാര്യത്തിൽ, ഓക്കെ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ, സമ്പത്തിൻ്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്സ്, ഇങ്ങനെ ഒരുപാട് എൻ്റെ കാരിയർ ഗ്രോത്ത്, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ജേർണലിംഗ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോഴും എഴുതുന്നുണ്ട്. എനിക്ക് അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് നടന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പ്രസൻ്റ്ലി അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വെറുതെ അവിടെ ഇവിടെയൊന്നും എഴുതി വെക്കാതെ നമ്മൾ അതിന് വേണ്ടി നല്ലൊരു ജേർണലിംഗ് കണ്ടെത്തി അതിൽ വളരെ നന്നായി എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങളും 1 by 1 നമ്മൾ നമ്പറിട്ട് എഴുതി വെക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ആക്ഷൻസും കൂടെ നമ്മൾ അവിടെ എഴുതി ചേർക്കുക. പിന്നീട് നമുക്കത് ലഭിച്ചു കഴിയുമ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് സമ്പത്ത്, കുറച്ച് പണം ലഭിച്ചു, എന്തായിരിക്കും നമ്മളുടെ ഫീലിങ്സ്? വളരെ സന്തോഷമായിരിക്കും, വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ? അത് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിക്കുക കൂടെ ചെയ്യുക, കൃത്യമായ ആക്ഷൻ എടുക്കുക. അവിടെ ഇവിടെ നമ്മളെ ലൈഫ് ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കുക. അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ജേർണലിംഗ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ്. അതിന് വേണ്ടി എനിക്ക് ബുക്സ് ഉണ്ട്, 2 തരം ബുക്സുകളുണ്ട് ഞാൻ മാറ്റി വെച്ചിട്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് അറിവുകളും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വെറുതെ അവരെ ഇവിടെയൊന്നും കുറ്റപ്പെടുത്തിയും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതം വളരെ ചെറുതാണ്, ഓക്കെ. അപ്പോൾ സമയം ആർക്കും വേണ്ടിയും കാത്തു വെക്കില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്തെടുക്കുക എന്നതാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെ, നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ, നമ്മൾ അതിനു വേണ്ടി നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, അത് നടത്തിത്തരാൻ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. അതിന് വേണ്ട സാഹചര്യങ്ങൾ പ്രപഞ്ചം ഒരുക്കിത്തരും. പക്ഷെ മാനസികമായി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. നമ്മളെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, റീപ്രോഗ്രാമിങ് ചെയ്യേണ്ടതുണ്ട്, മനസ്സിൻ്റെ പവർ കൂട്ടേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ സ്പീഡ് വളരെ ഇരട്ടി വേഗത്തിലാക്കാൻ സഹായിക്കും. അപ്പോൾ യാതൊരു ലക്ഷ്യവുമില്ലാതെ അലക്ഷ്യമായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ജേർണലിംഗ് എഴുതുന്നത് നല്ലതാണ്. നമുക്ക് കറക്റ്റായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടണം, എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് വേണ്ട സകല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഇട്ടുകൊണ്ട് 1 by 1 എഴുതാൻ സാധിക്കും. ഓക്കെ, ഞാൻ എഴുതി വെച്ച ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടി. അത് ഈ ജേർണലിംഗിൽ കൂടെ തന്നെയാണ്. നമ്മുടെ ലക്ഷ്യം മാറിപ്പോവില്ല. നമുക്കൊരു ഫോക്കസ് ഉണ്ടാവും നമ്മുടെ ലൈഫിനെ കുറിച്ച്. ഇടയ്ക്ക് ആ പുസ്തകങ്ങളൊക്കെ എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ ആ ബുക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തും, ഇന്ന കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ട്, ഇന്ന കാര്യങ്ങൾ നമ്മൾ മാനസികമായ എഫേർട്ട് എടുക്കണം, ഫിസിക്കലി എഫേർട്ട് എടുക്കണം. ഇതൊക്കെ പുസ്തകം ആ ജേർണലിംഗ് നമ്മളെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജേർണലിങ്ങിൻ്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. ഇന്ന് മുതൽ നിങ്ങൾ ജേർണലിംഗ് എഴുതി തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.